ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2025 ഫെബ്രുവരി മാസത്തിലെ നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്നത് ദൈവ കൃപയിലാകുന്നുവല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മെ ദൈവത്തിന്റെ അതിശയകരമായ ആ കരവലയത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം നമുക്ക് ഏവർക്കും സുപരിതമായ ഒരു വേദഭാഗമാകുന്നുവല്ലോ. അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ, ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ സ്ത്രീ തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറിയ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ബഥാനിയിലെ ലാസറിന്റെ ഭവനം. ലാസറിന്റെ ഭവനത്തിൽ ലാസർ ഉണ്ടായിരുന്നു, മറിയ ഉണ്ടായിരുന്നു, മാർത്ത ഉണ്ടായിരുന്നു. ആ മറിയ തന്നെയാണ് ഈ വലിയ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അവൾ സമ്പാദിച്ചു വെച്ച വിലയേറിയ സ്വച്ഛ ജടാംസി തൈലമാണ് കർത്താവിന്റെ കാൽക്കൽ വീഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുവരെയും അവൾ സമ്പാദിച്ചു വെച്ച പണം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാം സമ്പാദിച്ചു വെച്ച നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള മനസ്സ് ഇവിടെ മറിയയ്ക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ യേശു ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും തോന്നേക്കാം ഇത്ര വലിയ വിലയേറിയ സ്വച്ഛജലാംശ തൈലം എന്തിനു കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവ് അവളെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അതുപോലെ തന്നെ സമ്പാദ്യവും ഒക്കെയും കർത്താവിന് കൊടുക്കുവാൻ, വിലയേറിയത് കൊടുക്കുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. എന്നാൽ ഇവിടെ ഈ മറിയ ചെയ്തത് അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം തേച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. ഇത്രയും വലിയ ഒരു പ്രസ്താവന ഇവളെ കുറിച്ച് കർത്താവിന് പറയുവാൻ കർത്താവ് കഴിഞ്ഞു, അല്ലെങ്കിൽ മറിയയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം തന്നെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 7-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പരീശന്മാരിൽ ഒരുത്തൻ തന്നോട് കൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനരികെ ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. ഇവിടെ പറയുന്നത് ആ സ്ത്രീ, ലൂക്കോസ് അത് വിവരിക്കുമ്പോൾ പറയുന്നത് പാപിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ചത് ഒരു സ്ത്രീ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. പക്ഷെ ആ സ്ത്രീയെ കുറിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ മറിയയാണ് കർത്താവിന് വേണ്ടി തന്റെ വിലയേറിയത് കൊടുത്തത് എന്ന് നമ്മൾ വായിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് അവൾ ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു. കർത്താവിനെ ഈ ശീമോൻ ക്ഷണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ പരീശൻ ക്ഷണിച്ചപ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്ത്രീയാണ് ചെയ്തു കൊടുത്തത്. ഈ പരീശൻ ഒരു കാര്യവും കർത്താവിന് ചെയ്തു കൊടുത്തില്ല. എന്നാൽ ഈ സ്ത്രീയാണ് കർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെയും കർത്താവിന് വേണ്ടി വിലയേറിയത് കൊടുക്കുവാൻ, പലപ്പോഴും നമുക്ക് എന്ത് കൊടുക്കുവാനും കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുമോ അല്ലെങ്കിൽ അതിൽ എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്നും ചിന്തിക്കുന്ന കൂട്ടരാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് തന്നാലാവത് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അത് ലഭിച്ചിരിക്കുന്ന സമ്പാദ്യവും അല്ലെങ്കിൽ പണവും എല്ലാം
നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തന്നാലാവത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അതൊക്കെ നമുക്ക് കർത്താവിന് കൊടുക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുപോലെ തന്നെ ഈ മറിയെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ബഥാനിയയിലെ ഭവനത്തിലേക്ക് കർത്താവ് ചെന്നപ്പോൾ ഈ മറിയയാണ് ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചത് എന്ന് കാണാൻ സാധിക്കും. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. ഈ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ മറിയയെ ദൈവം സഹായിച്ചു. അവളുടെ ജീവിതത്തിലെ കർത്താവ് അവളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വചനം പഠിക്കുവാൻ, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ആ ലാവണ്യ വാക്കുകളൊക്കെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ആ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായതായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവളുടെ ജീവിതത്തിലെ വചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുവാനും ആ വചനമൊക്കെയും തന്റെ ജീവിതത്തിൽ പകർത്തുവാനൊക്കെയും അവൾ ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാർത്തയെ കുറിച്ച് പറയുന്നുണ്ട്, അവൾ പലതിനെ ചൊല്ലി വിചാരിച്ചും നൊന്ത് കലങ്ങിയും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാർത്തയുടെ ജീവിതത്തിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം ചിന്തിച്ചത് ഈ മറിയെ കുറിച്ചിട്ടാണ്. ഈ മറിയയുടെ ജീവിതത്തിൽ അവൾ തന്നാലാവത് ചെയ്തു. ദൈവവചനം പഠിക്കുവാനായിട്ട് വളരെയധികം സമയം ചെലവഴിച്ചതായിട്ട് കാണാൻ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കർത്താവിന് വേണ്ടി തന്നാലാവത് ചെയ്യുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവത്തിന്റെ വേലയിലായിരിക്കാനും ഒക്കെയും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കറിയാം, ശമര്യക്കാരി സ്ത്രീയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവളും കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവിന് വേണ്ടി കർത്താവിനെ ഘോഷിപ്പാൻ തക്കവണ്ണം ആ ശമര്യ പട്ടണത്തിൽ ഒക്കെയും നടന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെയും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ പറയുന്ന ആ ശമര്യയിലുള്ള പട്ടണക്കാർ പറയുന്നുണ്ട്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് തന്നെ കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെയും ഈ സ്ത്രീകളുടെ നല്ല സ്വഭാവങ്ങൾ പകർത്തുവാൻ തക്കവണ്ണം ഈ മറിയെ പോലെ, ഈ ശമര്യക്കാരത്തി സ്ത്രീയെ പോലെയൊക്കെയും നല്ല പാഠങ്ങൾ, നല്ല ഗുണങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ ശക്തിയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.